ഗൈസ് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻസും പാക്കിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ആൽക്കൊളുത്ത സാധനങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന, അവിടുന്ന് കുറച്ച് നല്ല സാധനങ്ങളെടുത്ത് ഇവിടെ കൊണ്ടുവരും. അതായിരിക്കണം നമ്മുടെ മെയിൻ ലക്ഷ്യം. പിന്നെ ബാക്കി കുറച്ച് സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ട്, അത്രയൊക്കെ. അപ്പം നമുക്ക് ജേണി കാണാം, വായോ. ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്, മുടിയൊക്കെ കുറച്ച് കഴിഞ്ഞ് കെട്ടാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ രാത്രിയിലത്തെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജാം വെച്ച് ജാക്കറ്റൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ തണുത്ത് ഇങ്ങനെ കോച്ചി ഇറക്കേണ്ടി വരുമെന്ന് വിചാരിച്ച്. അതാണ് ഞാൻ ഈ മറ്റേയുള്ള ജിമ്മിലൊക്കെ പോകുന്ന ഔട്ട്ഫിറ്റ് ലുക്കിലിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ പണി പാളി ഗൈസ്. അവൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി. സോ ഞാൻ ബസ് കയറി പാതി വരെ പോകേണ്ട അവസ്ഥയായി ഗൈസ്. അങ്ങനെ ഞാൻ പാതി വരെ പോയി. പിന്നെ അവിടുന്ന് പുള്ളിക്കാരൻ എന്നെ പിക്കപ്പ് ചെയ്ത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്താ വരലക്ഷ്മി പൂജയോടനുബന്ധിച്ച് അവിടെ ഭയങ്കര പൂക്കച്ചവടവും. ഓൾറെഡി ഹൊസൂർ എല്ലാവർക്കും അറിയാമായിരിക്കും, ഭയങ്കര ഫ്ലവർ പൂക്കളുടെ ഒരു ഏരിയയാണ് അവിടെ. അവിടെ ഇല്ലാതെ പൂവില്ലെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ടൈപ്പ് ജമന്തിയൊക്കെയാണ് മെയിൻ. അങ്ങനെ ഭയങ്കര തിരക്കൊക്കെയാണ്. നമ്മൾ ആ മാർക്കറ്റിലൊക്കെ വെറുതെ കയറി ഇറങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സൈഡിലും എന്തൊരു തിരക്കാണ്. എന്താ വരലക്ഷ്മി പൂജ പറഞ്ഞാൽ ടൺ കണക്കിന് പൂവാണ് ഇട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ബസ് വന്ന്. അപ്പം ഞാൻ മാത്രമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്ന് പിന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് വണ്ടി ഒരു സ്പോട്ടിൽ നിർത്തിയായിരുന്നേ. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുത്ത ക്ലിപ്പിങ്സാണിത്. അപ്പം ഞാൻ വെറുതെ അവിടെ പോയി കുറച്ച് ഒരു ജ്യൂസും ഒരു പപ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങി കണ്ണ് തുറന്ന് കാണുന്നത് തിരുനെല്വേലിയാണ് ഗൈസ്. തിരുനെല്വേലി 6 നിങ്ങൾ കണ്ട മറ്റേ താമരഭരണി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ മല കണ്ടല്ലോ ഗൈസ്, ആ കാണുന്ന ആ വലിയ മല. അപ്പോൾ ആ പർട്ടിക്കുലർ പ്ലേസ് ആ മല കാണുമ്പോഴാണ് കൺഫേം നമ്മുടെ സ്ഥലം എത്തി. പിന്നെ 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങാനുള്ള സ്ഥലം എത്തി ഗൈസ്. അങ്ങനെയാണ്. അപ്പം നമ്മൾ വീട്ടിലെത്തി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ഇവിടെ ക്യാരം ബോർഡൊക്കെ ആരോ കളിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഹലോ ഹലോ. എല്ലാരും ഉണ്ടോ നിങ്ങളൊക്കെ? ലെവൽ കിടന്ന് ഉറങ്ങുന്നു. അമ്മൂമ്മേ ഹലോ. രാവിലെ തന്നെ നമുക്ക് കഴിക്കാൻ ഇഡലി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാരി കഴിക്കുക. അതായിരുന്നു ഗൈസ് പ്രധാന ഉദ്ദേശം. ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ അത്തിപ്പഴം കണ്ടേ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ അതിന് പറയുന്നതെന്നൊന്ന് പറയണേ. അപ്പം അത്തിപ്പഴം കുഴപ്പമില്ലായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ആ മരത്തിൽ നിന്ന് കഴിക്കുന്ന എക്സാക്റ്റ് ടേസ്റ്റ് ആ സാധനത്തിന് കിട്ടത്തില്ല ഗൈസ്. പിന്നെ അവിടെ നിന്ന് ഭയങ്കര വർത്തമാനം എല്ലാവരും കൂടെ. കാരണം ഇത്രയും ദിവസത്തെ കഥ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് തീർക്കണമല്ലോ. അങ്ങനെ പിന്നെ ഉച്ചക്കലത്തെ പരിപാടി അങ്ങനെ മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്ത ഉണ്ടായിരുന്നു, പിന്നെ തോരൻ, ചോറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ഓരോ സൈഡിൽ വെന്തുകൊണ്ടിരിക്കും. ഞാൻ സ്പെഷ്യലായിട്ട് വന്നതിന് എനിക്ക് സ്പെഷ്യൽ ചൂരക്കറി വെച്ച് തന്നെയാണ് ഗൈസ് വലിയമ്മച്ചി. അപ്പം അങ്ങനെ ഉച്ചക്കലത്തെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് ഒരുങ്ങുകയാണ് ഗൈസ്. കുറച്ച് പ്രിൻ്റ് ഔട്ട്സും കാര്യങ്ങളും അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ ഓൾഡ് റൂം. അപ്പോൾ അവിടുത്തെ വലിയ കണ്ണാടിയാണ്. അവിടെ കണ്ണാടിയാണ് ഗൈസ്, ഇവിടെ കണ്ണാടിയില്ല. അതിൻ്റെ ഒരു അതിയായ വിഷമമുണ്ട്. കാരണം ഇതിലിങ്ങനെ ഫുള്ള് നോക്കിയിട്ട്. പിന്നെ ഓട്ടോയൊക്കെ വന്ന് ഞാനും അനിയത്തിയും കൂടെയാണ് പോയത്. നമുക്ക് വള്ളിയൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഗൈസ്, തിരുനെല്വേലിയിൽ. അവിടെയാണ് പോയത്. അവിടെ ആദ്യം എന്താ വെച്ചാൽ അനിയത്തിയുടെ സ്കൂളുണ്ട്, പുള്ളിക്കാരത്തിയുടെ സ്കൂളിൽ പോയി അവളുടെ +2 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ വന്ന് വാങ്ങിക്കണമെന്ന് നമ്മളത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മുടെ ഈ അക്ഷയ ഒക്കെ ഇല്ലേ, അതുപോലെ അവിടെ ഈ സേവൈ മയ്യ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെയൊക്കെ പോയിട്ടൊന്ന് പിന്നെ അവിടെ നമ്മളാണെങ്കിൽ കുറച്ച് സ്നാക്സ് കഴിക്കാൻ വിചാരിച്ചിട്ട് പപ്സ്, ഓൾ ടൈം ഫേവറേറ്റായ മുട്ട പപ്സും പിന്നെ ഒരു ലൈമും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് അതും കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ നമ്മുടെ എനിക്ക് മെയിനായിട്ട് വന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ആധാർ കാർഡിൻ്റെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്തോ സ്റ്റാലിൻ ഇല്ലേ, പുള്ളിക്കാരൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ തമിഴ്നാട്, പുള്ളിക്കാരൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അവിടെ നിന്ന് എല്ലാം പടപടാന്ന് പെട്ടെന്ന് നടക്കുന്നതാണ്. പക്ഷെ ഒന്നുമില്ല ഗൈസ്, എല്ലാം വെറുതെയാണ്. ആരും വിശ്വസിക്കാൻ പാടില്ല. അവിടെ ഇരുന്നിട്ട് അവർ പറഞ്ഞു ഒന്നും പറ്റത്തില്ല, ഇതൊന്നും വെച്ച് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ പോയപ്പം സിമ്പിളായിട്ട് കാര്യം നടന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ പോയി അതെല്ലാം എഴുതി കൊടുത്ത് കറക്ഷന് വേണ്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ബർഗർ കിങ്ങിലോട്ട് വന്നു ഗൈസ്. ബർഗർ കിങ് അല്ല, അതിൻ്റെ എന്തെന്ന്
മീറ്റ് ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഗൈസ്. അവിടെ നമ്മൾ അപ്പോഴത്തേനും വല്യമ്മച്ചി എത്തി. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ വെറുതെ ഒരു ഇതിന് ഇടയ്ക്ക് വെച്ച്. അപ്പം ഞാൻ ഒരു ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ ഒക്കെ കഴിച്ച് പിന്നെ മിനി ബർഗറും അതെന്ന് വിചാരിച്ചു. ഓൾറെഡി കുറച്ച് മുമ്പ് അല്ലേ പപ്സും ജ്യൂസൊക്കെ കുടിച്ച്. അങ്ങനെ മിനി ബർഗറും കുറച്ച് മോമോസും. പക്ഷെ മോമോസ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. അവിടെ നിന്ന് അപ്പോളോ ഫാർമസിയിലൊക്കെ പോകണമായിരുന്നു. ഇതൊരു ഡാൻഡ്രഫിൻ്റെ മരുന്നാണ്, യൂസ് ചെയ്തിട്ട് പറയാം. പിന്നെ നമ്മൾ ചന്തയിലൊക്കെ അന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് കറങ്ങിയെടുത്ത് പിന്നെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കൂറായിട്ടാണ് സാധനങ്ങൾ വെച്ചേക്കുന്നത്. 20 രൂപ കൂറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്ലേറ്റ്സിൽ ഇങ്ങനെ വെച്ചേക്കും ഗൈസ്. ഞാൻ സെക്കൻഡ് ഡേയിലെ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെയാണ് ഗൈസ് ഇത്. നമ്മൾ രാത്രിയിലൊരു മാസ്ക് ഇട്ടുണ്ടായിരുന്നേ. ബായ് പോയിട്ട് അതെ ഗൈസ്. അപ്പം ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോയിരുന്നു ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വിചാരിച്ച് അപ്പോൾ എന്നെ കൊണ്ടുവിടാൻ പാതിവരെ കൊണ്ടുവിടാൻ വലിയ മിച്ചൊക്കെ ഉണ്ടായിരുന്നു. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുടിച്ചിട്ട് പിന്നെ ഞാൻ ട്രെൻഡ്സിൽ കയറി ഒരു ടോപ്പ് എടുത്തായിരുന്നു ഗൈസ്. ആ ടോപ്പ് അവിടെ വെച്ച് തന്നെ മാറി, അത് ഷെയ്ഡ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ക്ലിപ്പിങ്സ് ഒന്നും പ്രോപ്പറായിട്ടില്ല ഗൈസ്. അവിടുത്തെ അച്ഛൻ തേനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പിന്നെ രാത്രി അന്ന് തന്നെ ബസ് കയറി പിറ്റേന്ന് രാവിലെ ഹോസൂർ എത്തി ഗൈസ്. അത്രയേ ഉള്ളൂ.